ഇന്നൊരു പുതിയൊരു അൺബോക്സിങ് പ്രൊഡക്റ്റാണ്. ഇത് ലെനോവോൻ്റെ G27c-10. ഇതൊരു കർവ്ഡ് മോണിറ്ററാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സിങ് ചെയ്ത ശേഷം ഇതിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഓക്കെ തിങ്സ് ഇതിലത്തെ എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ താഴെ വരുന്ന ബേസ് യൂണിറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം ഇങ്ങോട്ട് വെക്കാതെ. ഇതിൻ്റെ ഒരു HDMI കേബിൾ, ഒരു പവർ കേബിൾ. ഓക്കെ, ഇതിൻ്റെ അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു എൻ്റെ ബുക്ക്ലെറ്റ്. ഓക്കെ, വേറെ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു കേബിൾ ഓർഗനൈസർ ആയിരിക്കും. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വെൽ യൂണിറ്റാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം പുറത്തതിന് ശേഷം 1 by 1 ആയിട്ട് ഞാൻ തുറന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ യൂണിറ്റ്. ഓക്കെ, പക്ഷേ എന്തായാലും നമുക്ക് എടുക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ യൂണിറ്റ്. എന്തായാലും കൊള്ളാമെന്ന് വിചാരിക്കുന്നു. കേർവ്ഡ് ആക്ച്വലി ഇത് 1500 ഇതിൻ്റെ കേർവ് സൈസ് കണ്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ കേർവ്ഡിൻ്റെ ഒരു ലെവൽ കണ്ടില്ലേ. ഇതാണ് 1500 പറയുമ്പോൾ. 1800 പറയുമ്പോൾ ഇത്ര കേർവ്ഡ് വരില്ല. 1000 വരുമ്പോൾ ഇതിനേക്കാളും കേർവ്ഡ് വരും. അവരങ്ങനെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ 2 പോർട്ട്സ് ഉള്ളത്. ഒരു HDMIയും ഒരു ഡിസ്പ്ലേ പോർട്ടും. ഡിസ്പ്ലേ പോർട്ട് സിമിലർ ടു HDMI ആണ്, പക്ഷെ നിങ്ങളുടെ ഡിസ്പ്ലേ കാർഡിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെ ഒരു പവർ കേബിളും പിന്നെ ഒരു ഇയർഫോൺ ജാക്കും ഉണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ പവർ ബട്ടൺ, ഇതിൻ്റെ ടോഗിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇത് തിങ്സൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഡിസ്മാൻഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫിക്സിങ് ഒക്കെ വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വെച്ച ശേഷം ഈ സാധനം അങ്ങനെ ടൈറ്റ് ചെയ്യലാണ്. ക്വൈറ്റ് സിമ്പിളാണ്. കാരണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ലിവർ ഇതാക്കിയ ശേഷം തിരിച്ചാൽ മതി. എനിക്ക് ഞാൻ സ്ക്രൂ ഡ്രൈവർ വേഗം ഉപയോഗിക്കാം. കാരണം കണ്ടില്ല, ഇവിടെ ഇങ്ങനെ തന്നെ എൻ്റെ ആവശ്യമില്ല. തിരിക്കുക, ടൈറ്റ് മാക്സിമം നമ്മൾ എത്ര ആക്കാൻ പറ്റും പക്ഷെ ഇതാക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ യൂണിറ്റ് നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടി നോച്ച് കണ്ടില്ലേ, ഇതിലേക്ക് നമ്മൾ സ്ലൈഡ് ചെയ്യണം ചെയ്യുന്നത്. അതിൽ ഇതിൻ്റെ പുറകിൽ ഇവിടെ ഒരു നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ട്, ലിവർ ഉണ്ട്. അത് ഇതിനകത്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഓക്കെ, അപ്പം ഇങ്ങനെ വെക്കുക. വെച്ച ശേഷം നിങ്ങൾ ഇവിടെ 2 കണ്ടില്ലേ, ഈ ഭാഗത്തേക്ക് നമ്മൾ ഇതിനെ സ്ലൈഡ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് തിരിച്ചിനി പുറത്തെടുക്കണമെങ്കിലും ഇതിങ്ങനെ മുകളിലേക്ക് ലിവർ പ്രസ് ചെയ്യുക, എടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ലുക്ക്. ഇതിൻ്റെ ഫുൾ സ്ട്രെച്ചാണ്, അതായത് ഫുൾ ഹൈറ്റാണിത്. ഇതാണ് എൻ്റെ സൈഡ് വ്യൂ. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ എത്രത്തോളം താഴെ പോകുന്നു എന്നുള്ളത്. ഏകദേശം താഴെ അതിൻ്റെ ബോട്ടം ഫ്രെയിം വരെ പോകുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ചില മോഡൽസിന് മാത്രമേ ഇങ്ങനത്തെ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടാൽ. HP-യിലൊരു മോഡൽ കണ്ടു, പിന്നെ ലെനോവോയിൽ കണ്ടു. സാംസങ് ഇങ്ങനൊരു മോഡൽ ഞാൻ കണ്ടില്ല, പ്രത്യേകിച്ച് കേർവ്ഡിൽ. ഈ കേർവ്ഡ് അല്ലാത്ത മോഡൽസിനൊക്കെ ഈ പറഞ്ഞ ചില മോഡൽ സ്റ്റാൻഡ് ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ HP-ക്ക് ശേഷം HP-യിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ കണ്ട മോഡൽ വാങ്ങിക്കാൻ വിചാരിച്ച മോഡലിൽ അത് 24 ഇഞ്ചസ് ആണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ നമ്മളൊക്കെ പുതിയ ട്രെൻഡിൽ ഈവൻ 24 അടക്കം നമുക്ക് വെരി സ്മോൾ. ഏർലി ഇറ്റ് യൂസ് ടു ബി വെരി ബിഗ്, ബട്ട് ഇപ്പോൾ അത് വളരെ സ്മോൾ സൈസാണ്. ഈവൻ ഈ 27 പോലും നമുക്ക് നോർമലായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു വലിയ ബിഗ് സ്ക്രീൻ ഫീൽ ചെയ്യണമെങ്കിൽ ഐ തിങ്ക് വി ഷുഡ് ഗോ ഫോർ 32 ഇഞ്ച്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ടേബിളിൻ്റെ ലിമിറ്റേഷൻ, ഏരിയ ലിമിറ്റേഷൻ ആണെങ്കിൽ ഓക്കെ 27 നല്ലൊരു ചോയ്സാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഈ മോഡലിലേക്ക് വന്നത്. എന്തായാലും നമുക്ക് ഇതുപോലെ 2 മോണിറ്റർ നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈഡായിട്ട് നമുക്ക് നന്നായിട്ട് ഇപ്പോൾ 2 സ്ക്രീൻ ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലത്തെ 2 മോഡൽ വാങ്ങിച്ചാലും 2 നമുക്ക് അടുത്തടുത്ത് വെച്ച് സ്റ്റാക്ക് ചെയ്ത് വെച്ച് നല്ലൊരു കേർവ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ത്രൂ HDMI പോർട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4K
60 ഫ്രെയിമിൻ്റെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു കമ്പാരിസൺ കിട്ടാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ആ വീഡിയോ പ്ലേ ചെയ്യാം. ഒരിക്കലും നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഓർഗാനിക് LED ആയതുകൊണ്ട് ഒരിക്കലും ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ഒരിക്കലും TFT LED കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് 300 nits ആണ്, ഇത് TFT ആണ്. ഓക്കെ, എന്തായാലും ഞാൻ പ്ലേ ചെയ്യാം, നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് 60 ഫ്രെയിംസ് ആയതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഈവൻ വെച്ചാൽ 4K വീഡിയോ, പക്ഷേ നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത് ഫുൾ HD ആണല്ലോ. പക്ഷേ എന്താ പറയുക, ഡൗൺഗ്രേഡ് ചെയ്യുമ്പോഴും അത് ആ ഒരു ഫ്രെയിമിൽ സെറ്റ് ആകുമ്പോഴും നല്ല ക്വാളിറ്റി തന്നെ. വീഡിയോ കുഴപ്പമില്ല കമ്പാരിറ്റീവ്ലി. അത്യാവശ്യം ഒരു പ്രൈസ് വൈസ് നോക്കുമ്പോഴും ഡിസ്പ്ലേ നോക്കുമ്പോഴും ഇറ്റ്സ് ഓക്കെ. അതൊരു പ്രശ്നമായിട്ടെന്ന് പറയാൻ കഴിയില്ല നമുക്ക്. എന്തായാലും കൊള്ളാം, സ്ക്രീനിൻ്റെ ക്വാളിറ്റി കൊള്ളാം. അപ്പോൾ കളേഴ്സും എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇതിനകത്ത് എന്തായാലും ഗെയിം കളിക്കുന്നവർക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ക്രീന് കൂടുതൽ യൂസ് ചെയ്യുക. കാരണം ഇതിനകത്തൊരു എന്താ പറയുക ഡിസ്പ്ലേ പോർട്ടുണ്ട്, HDMI ഡിസ്പ്ലേ പോർട്ടും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഹയർ റെസൊല്യൂഷൻ കിട്ടും, കൂടുതൽ ബാൻഡ് വിഡ്ത്ത് കിട്ടും. അതാണ് ഡിസ്പ്ലേ പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. So it's bye from Insight.